ആ താഴത്തെ മൂലയിലെ ചേച്ചി എന്താ ചെയ്യണേ? അത് നോക്കി, നിങ്ങൾ ആ മൂലയിലെ ചേച്ചിക്ക് നോക്കി. ഇനി കുറച്ച് തമാശ ആയാലോ? നോണ പ്രചരിപ്പിച്ചാലൊന്നും വീണു പോകില്ലട്ടാ. നോണ പ്രചരിപ്പിച്ചാലൊന്നും തളർന്നു പോകില്ല. ഈ ജനസ് വേറെയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഓരോലപ്പാമ്പ് കാട്ടിയാലൊന്നും പേടിക്കില്ല. ശശിക്കലായിട്ട് രണ്ട് വാർത്ത, പഴയ വാർത്തയൊന്ന് രണ്ടാമത്. അങ്ങനെ ഓലപ്പാമ്പ് കാട്ടിയൊന്നും നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ്ട. അതിലൊന്നും വികൂല, നമ്മള് വികൂല മക്കളെ, വികൂല. രണ്ടാമത് പുനഃപ്രക്ഷേപണം ചെയ്താൽ ഐസ് കെട്ട പോലെ, വെയിലത്തിരിക്കുന്ന ഐസ് കെട്ട പോലെ ജ്ഞാനം കഴിഞ്ഞില്ലാതായി പോകുമെന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ അത് മനസ്സിൽ വെച്ചോ. എന്തല്ലേ പഞ്ച് ഡയലോഗ്. ഐസ് കെട്ടൊന്നുമല്ലടാ, ഐസ് കെട്ടേ. ശശിന്റെ മുമ്പിൽ ഐസ് കെട്ടൊന്നുമല്ല. അതിനൊന്നും നമ്മളെ കിട്ടൂല. അതിന്റെ മുകളിലൊന്നും നമ്മൾ വീഴൂലട്ടോ. പറഞ്ഞു മനസ്സിലായോ? കടലിൽ നീന്തി കടന്ന് തോട്ടിലെ വെള്ളം കണ്ടാ പേടിക്കണം. എന്നെ പേടിപ്പിക്കാൻ പാലക്കാട് കടലും ഉണ്ടോ? അല്ല, നിങ്ങളിപ്പോൾ ഏത് കടലാ നീന്തി കിടന്നത്? ഈ പൊന്നായിട്ടം വന്ന് നീന്തിയാണോ? ആണോ? നിങ്ങളെ എന്നെ പേടിപ്പിക്കാൻ നിൽക്കുക. അത് പേടിപ്പിക്കുകയാണ്. പൊന്നാനി കടലിൽ നീന്തി കിടന്നവനാ സസി. അപ്പോഴാണ് അവൻ്റെ തോടൊക്കെ നിങ്ങൾ ചാടി കിടക്കും. എന്നെ നേരത്തെ നിൽക്കുക. വേറൊരു കാര്യം നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാം. ഇവർ ഈ പ്രചരിപ്പിച്ച ഈ 5.5 കോടി രൂപയുണ്ടല്ലോ, സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തു എന്ന് പറയുന്ന ഷെയറായി പിരിച്ചെടുത്ത് 5.5 കോടി രൂപയിൽ 5.5 കോടി വേണ്ട, 5.5 ലക്ഷം വേണ്ട, 5.5 രൂപയെങ്കിലും സഖാവ് പി കെ ശശിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, എന്റെ പൊതുജീവിതം അന്ന് ഞാൻ അവസാനിപ്പിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കും. സത്യം, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. 5.5 ഉറുപ്പ്യൊന്നുമില്ല നിങ്ങളെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ആകെ 20 ലക്ഷം അത്രേ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പം നിർത്തുകയല്ലേ നമ്മൾ? നമ്മുടെ പൊതുജീവിതം നിർത്തുകയല്ലേ? ഇങ്ങനെ എത്ര ഓലപ്പാമ്പ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു, എത്ര എരപ്പന്മാരും ആ ബാക്കറ്റ് കയറി നടക്കുന്നത്, ഭൂനിവാസം പറഞ്ഞ് നടക്കുന്നുണ്ട്. വല്ല പ്രശ്നം നമുക്കുണ്ടോ? വല്ല വിഷയം നമുക്കുണ്ടോ? ആ താഴത്തെ മൂലയിലെ ചേച്ചി എന്താ ചെയ്യണേ? അത് നോക്കി, നിങ്ങൾ ആ മൂലയിലെ ചേച്ചിക്ക് നോക്കി. എന്നെ നേരത്തെ നിൽക്കുക. വേറൊരു കാര്യം നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാം. ഇവർ ഈ പ്രചരിപ്പിച്ച ഈ 5.5 കോടി രൂപയുണ്ടല്ലോ, സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തു എന്ന് പറയുന്ന ഷെയറായി പിരിച്ചെടുത്ത് 5.5 കോടി രൂപയിൽ 5.5 ചേച്ചി എന്നെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഒരെരപ്പരനും തൊടാൻ പറ്റിയില്ല എന്നാ പറഞ്ഞു. അപ്പോൾ ചേച്ചിൻ്റെ ഒരു നോട്ടം ബാക്കോട്ട്. അതെന്താ അങ്ങനെയാണ്? എൻ്റെ സസിയെ പോയി. ഇനി കടലിൽ നീന്തി കിടന്നാലും വേണ്ടില്ല, ഐസ് പോലെ ഉരുകിയില്ലെങ്കിലും വേണ്ടില്ല, ഓലപ്പാമ്പ് കണ്ട് ഞെട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ സസിയെ ഈ കട്ടിടും. സസി കട്ടത് എല്ലാവർക്കും മനസ്സിലായി. നിങ്ങളുടെ പാർട്ടിക്ക് തന്നെ മനസ്സിലായി സസി കട്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ സസിക്ക് എന്തെങ്കിലും പറയാട്ടോ? സസി കഷ്ടം, ഓരോരോ ശശി.